ഹലോ. അപ്പോഴേ എൻ്റെ ചില വീഡിയോസിൻ്റെ താഴത്ത് കമൻസ് കാണാം, ചേച്ചിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണ് ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് കാണാം. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഞാനൊരു ലിപ്സ്റ്റിക് പേഴ്സണൊന്നുമല്ല. എനിക്ക് ലിപ്സ്റ്റിക്കിനോട് എന്താ പറയുക, അത്ര വലിയൊരു സ്നേഹം തോന്നിയിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ വേണമല്ലോ, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യണമല്ലോ. അപ്പം വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരാളടുത്തുള്ള കുറച്ച് ഷെയ്ഡ്സ് മാത്രമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനു മുന്നേ ഞാൻ എൻ്റെ ലിപ് ബാം പരിചയപ്പെടുത്തട്ടെ. സെബാമെഡിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് വളരെ നല്ല റിസൾട്ട് തന്നിട്ടുള്ളൊരു ലിപ് ബാം ആട്ടോ അത്. അപ്പോൾ എൻ്റെ ഒരു ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. SPF 30 ഉള്ള ലിപ് ബാമാണ്. അതുകൊണ്ട് നൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നൈറ്റിൽ ഞാൻ കൂടുതലും നമ്മുടെ വാസ്ലിനില്ലേ, അതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കൂടുതലും നല്ല എപ്പോഴും അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെ മാറി മാറി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തിന് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ വേറൊന്നും ട്രൈ ചെയ്യണം അങ്ങനെ തോന്നാറില്ല. ഞാൻ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു വ്യക്തിയാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ലിപ് ബാം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും ഭയങ്കര ഹെൽപ്ഫുള്ളും ആട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്, നല്ല റിസൾട്ടായത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഇത്രയും ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് മാമാ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ്. കണ്ടോ, ഇതിൻ്റെ മോനൊരു വട്ടം എടുത്തിട്ട് അവനൊന്ന് യൂസ് ചെയ്തതാണ്, അതിനുശേഷം ഇങ്ങനെയായി. പക്ഷെ പുതിയ സാധനമാണ്, കണ്ടാൽ പറയില്ലെങ്കിലും പുതിയ ഐറ്റമാണ്. നല്ല ഷെയ്ഡാട്ടോ, ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഇനി അടുത്തത് നമ്മുടെ ലാക്മേ 1 2 3 ഒന്നും കൂടെ ഉണ്ടല്ലോ, 4 ലാക്മേയുടെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത്. എനിക്ക് എല്ലാ ഷെയ്ഡും ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഈ 2 ഷെയ്ഡാണ്, നമ്മുടെ ഡാസ്ലറിൻ്റെ ഷെയ്ഡാട്ടോ. ഈ 2മാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെയുള്ള 2 ഷെയ്ഡ്സ് നമ്മുടെ സുഡിയോൻ്റെതാണ്. ഇതാണ് 2 ഷെയ്ഡ്സ്. നല്ല ഷെയ്ഡാണ്. എല്ലാം അടിപൊളിയാണ്. പക്ഷേ ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് സുഡിയോയ്ക്ക്. റേറ്റും കുറവാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ഷെയ്ഡ്. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ലിപ്സ്റ്റിക്കാണ്. ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചില ലുക്കിലൊക്കെ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ബ്രൈറ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കളറ് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ചില സമയങ്ങളിൽ എൻ്റെ ഫേവറേറ്റാണ്. ഇനി ഇതൊരു സ്വിസ് ബ്യൂട്ടീൻ്റെ കേട്ടോ. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഏതോ സ്മിത്തൻ എന്നങ്ങാണ്ട് എന്തോ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയത്. നല്ല റെഡ് കളറാണ്. അപ്പം യൂസിങ് കുറവാണ്. നെക്സ്റ്റ് മെയ്ബെലിൻ്റെയാണ്. ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. പക്ഷെ നല്ല അടിപൊളി ഷെയ്ഡാണ്. നല്ല സൂപ്പർ. ഇനി ഞാനൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. NYBയുടെ ആണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണിനും തോന്നുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിടുമ്പോൾ നമ്മുടെ ലിപ്പ് ഭയങ്കര അങ്ങ് ഡാർക്കാവും. അങ്ങനെ ഒരു നമ്മുടെ ഫേസ് അങ്ങോട്ട് ഡാർക്കാവും. പക്ഷെ എനിക്ക് ചില സമയത്ത് എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സാധനം കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 കൂടെ ഉണ്ടായിരുന്നു. അത് മീനാക്ഷി എടുത്തുകൊണ്ട് പോയി. നമ്മുടെ സുഡിയോൻ്റെ ചെറിയ മിനി ലിപ്സ്റ്റിക്കാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ ടൈമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ കളക്ഷൻസ് ഉള്ളൂ. ഇനി പുതിയത് വാങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.